മനുഷ്യർ ആരാണ്? ദൈവം എന്തുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു? ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും ഉള്ളിലെ ചോദ്യമാണ് ഹൂ ആം ഐ, അല്ലെങ്കിൽ ഞാൻ ആരാണ് എന്നത്. പല തത്വചിന്തകന്മാരും തങ്ങളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണിത്. പലരും ഈ ചോദ്യത്തിന് ഉത്തരം തേടി അലഞ്ഞിട്ടുണ്ട്. ആരാണ് ഞാൻ എന്തുകൊണ്ട് ഈ ഭൂമിയിലായിരിക്കുന്നു? എൻ്റെ മരണശേഷം ഞാൻ എങ്ങോട്ട് പോകും? മാനവകുലം ഉത്തരം കിട്ടാതെ അലയുന്ന ഈ ചോദ്യത്തിന് നമുക്ക് തിരുവചന അടിസ്ഥാനത്തിൽ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തൻ്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ല താനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. ഇവിടെ തിരുവചനം പറയുന്നു, ദൈവവും ദൈവത്തിന്റെ ദൂതന്മാരായ മാലാഖമാരും വസിക്കുന്ന ഇടമായ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി എന്ന്. അങ്ങനെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി എങ്കിൽ എന്തുകൊണ്ടായിരിക്കും സ്വർഗത്തിൽ യുദ്ധമുണ്ടായത്? അല്ലെങ്കിൽ സ്വർഗത്തിൽ യുദ്ധമുണ്ടാകുവാനുള്ള കാരണം എന്താണ് എന്ന് നമുക്ക് നോക്കാം. യെശയ്യാപ്രവചനം 14-ാം അധ്യായം അതിന്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? ജാതികളെ താഴ്ത്തി കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും. എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ സിംഹാസനങ്ങൾക്കു മീതെ വയ്ക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. ഇവിടെ ദൈവത്തിൻ്റെ ഒരു മനോഹര സൃഷ്ടിയായ ലൂസിഫർ ദൈവത്തിന് സമനാകാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവത്തിൻ്റെ നക്ഷത്രമായ മറ്റു ദൂതന്മാർക്ക് മീതെ തൻ്റെ സിംഹാസനം വയ്ക്കാൻ ശ്രമിച്ചപ്പോൾ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. ഇനി സ്വർഗത്തിൽ ലൂസിഫർ ആരായിരുന്നു എന്ന് നമുക്ക് നോക്കാം. യെഹെസ്കേൽ പ്രവചനം 28-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. ഇവിടെ പറയുന്നു ലൂസിഫർ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു എന്ന്. എന്നാൽ എന്താണ് ലൂസിഫർ തൻ്റെ ചിറക് വിടർത്തി മറച്ചിരുന്നത്? പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം അതിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. പൊന്നുകൊണ്ട് 2 കെരൂബുകളെ ഉണ്ടാക്കണം. കൃപാസനത്തിന്റെ 2 അറ്റത്തും അടുപ്പ് പണിയായി പൊന്നുകൊണ്ട് അവയെ ഉണ്ടാക്കണം. ഒരു കെരൂബിനെ ഒരു അറ്റത്തും മറ്റേ കെരൂബിനെ മറ്റേ അറ്റത്തും ഉണ്ടാക്കണം. കെരൂബുകളെ കൃപാസനത്തിൽ നിന്നുള്ളവയായി അതിൻ്റെ 2 അറ്റത്തും ഉണ്ടാക്കണം. കെരൂബുകൾ മേലോട്ട് ചിറക് വിടർത്തി ചിറക് കൊണ്ട് കൃപാസനത്തെ മൂടുകയും തമ്മിൽ അഭിമുഖമായിരിക്കുകയും വേണം. കെരൂബുകളുടെ മുഖം കൃപാസനത്തിന് നേരെ ഇരിക്കണം. ഇസ്രായേൽ ജനങ്ങളെ മിസ്രൈമിൽ നിന്നും വീണ്ടെടുത്ത് നയിച്ചു കൊണ്ടുവന്ന മോശയോട് സ്വർഗത്തിലെ ദൈവം കൽപ്പിച്ചു, ദൈവം അവരുടെ മധ്യത്തിൽ വസിക്കാൻ ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം എന്ന്. ആ വിശുദ്ധ മന്ദിരത്തിലെ അതിപരിശുദ്ധ സ്ഥലത്തെ നിയമപ്പെട്ടകത്തിന് മുകളിലെ കൃപാസനത്തെയാണ് കെരൂബുകൾ ചിറക് വിടർത്തി മറച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഭൂമിയിലെ ഈ വിശുദ്ധ മന്ദിരം സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിന്റെ മാതൃകയിലാണ് ഉണ്ടാക്കിയിരുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. കൂടാരം തീർപ്പാൻ മോശ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോട് അരുളി ചെയ്തതുപോലെ അവർ സ്വർഗീയത്തിന്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു. ഭൂമിയിലെ വിശുദ്ധ മന്ദിരം സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിന്റെ മാതൃകയിലാണ് ഉള്ളത് എങ്കിൽ തീർച്ചയായും സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്തും കൃപാസനത്തെ ചിറക് വിടർത്തി മറയ്ക്കുന്ന 2 കെരൂബുകൾ ഉണ്ടായിരിക്കും. ആ 2 കെരൂബുകളിൽ ഒരു കെരൂബായിരുന്നു ലൂസിഫർ. ദൈവസിംഹാസനത്തെ മറച്ചിരുന്ന ആ ലൂസിഫർ എന്ന കെരൂബ് ദൈവമാകാൻ ശ്രമിച്ചതിലൂടെ, ദൈവത്തിന്റെ സ്ഥാനം ആഗ്രഹിച്ചതിലൂടെ, മറ്റു ദൂതന്മാരുടെ ആരാധന മോഹിച്ചതിലൂടെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. തൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നേടാൻ ലൂസിഫർ സ്വർഗത്തിലെ ദൂതന്മാരോട് കള്ളം പറഞ്ഞ് വഞ്ചനയാൽ അവരെ തന്നോടൊപ്പം ചേർക്കാൻ
കീഴടക്കാൻ ശ്രമിച്ചു. അങ്ങനെ സ്വർഗത്തിലെ 1/3 ദൂതന്മാരെ വഞ്ചിച്ച് ലൂസിഫർ തന്നോടൊപ്പം ചേർത്തു. അങ്ങനെ ഈ 1/3 ദൂതന്മാർ സ്വർഗത്തിൽ ദൈവത്തിനെതിരെ യുദ്ധം ചെയ്തു. എന്നാൽ പ്രധാന ദൂതനായിരുന്ന മീഖായേൽ മറ്റു ദൂതന്മാരോട് ചേർന്ന് ലൂസിഫറിനെതിരെ പടനയിച്ചു. ആരാണ് മിഖായേൽ? മിഖായേൽ എന്ന പേരിനർത്ഥം വൺ ഹൂ ലൈക്ക് മോസ്റ്റ് ഹൈ അഥവാ അത്യുന്നതനായ ദൈവത്തിന് സമൻ എന്നാണ്. സ്വർഗത്തിലെ അത്യുന്നതനായ ദൈവമായ പിതാവായ ദൈവത്തിന് സമനായി പുത്രനായ ക്രിസ്തു മാത്രമേ ഉള്ളൂ. ക്രിസ്തു സ്വർഗത്തിൽ പിതാവായ ദൈവവുമായുള്ള ബന്ധത്തിൽ ദൈവപുത്രനെന്നും ഭൂമിയിൽ ക്രിസ്തു മനുഷ്യനുമായുള്ള ബന്ധത്തിൽ മനുഷ്യപുത്രനെന്നും അറിയപ്പെടുന്നു. അതുപോലെ ക്രിസ്തു സ്വർഗത്തിൽ ദൂതന്മാരുമായുള്ള ബന്ധത്തിൽ അറിയപ്പെടുന്നത് മിഖായേൽ എന്നാണ്. അങ്ങനെ സ്വർഗത്തിൽ ദൂതന്മാരും അവരുടെ നേതാവായ ക്രിസ്തുവും ചേർന്ന് ലൂസിഫറിനെയും അവന്റെ 1/3 ദൂതന്മാരെയും പരാജയപ്പെടുത്തി സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. ചോദ്യം: എന്തുകൊണ്ട് ദൈവം ലൂസിഫറിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു? അതിനുള്ള കാരണം യെഹെസ്കേൽ പ്രവചനം 28-ാം അതിന്റെ 17-ാമത്തെ വാക്യം: നിന്റെ സൗന്ദര്യ നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു, നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു, രാജാക്കന്മാർ നിന്നെ കണ്ട് രസിക്കത്തക്കവണ്ണം നിന്നെ അവരുടെ മുമ്പിൽ ഇട്ടുകളഞ്ഞു. ഇവിടെ പറയുന്നു, രാജാക്കന്മാർ ലൂസിഫറിനെ കണ്ട് രസിക്കത്തക്കവണ്ണം ലൂസിഫറിനെ അവരുടെ മുൻപിൽ ഇട്ടുകളഞ്ഞുവെന്ന്. ആരാണ് ഈ രാജാക്കന്മാർ? ഉൽപ്പത്തി പുസ്തകം 1-ാം അതിന്റെ 26-ാമത്തെ വാക്യം: അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പറവജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഈ ഭൂമിയിലെ സകല സൃഷ്ടിയെയും വാഴുന്നതിന് വേണ്ടിയാണ്. അഥവാ ഈ ഭൂമിയിലെ രാജാക്കന്മാരായാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ മനുഷ്യർ വസിക്കുവാനിരിക്കുന്ന ഭൂമിയിലേക്കാണ് ദൈവം ലൂസിഫറിനെ സ്വർഗത്തിൽ നിന്നും തള്ളിയിട്ടത്. ഇനി നമുക്ക് ദൈവം എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് നോക്കാം. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 6-ാം അതിന്റെ 2-3 വാക്യം: വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? നാം ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഐഹിക കാര്യങ്ങളെ എത്ര അധികം. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിനും ലൂസിഫറിനും മധ്യേ ന്യായം വിധിക്കുന്നതിനു വേണ്ടിയായിരുന്നു. എന്നാൽ വിശുദ്ധരായി ദൈവം സൃഷ്ടിച്ച മനുഷ്യർ പാപത്താൽ അശുദ്ധരായി മാറി. ന്യായാധിപതിയായി ദൈവം സൃഷ്ടിച്ച മനുഷ്യർ പാപത്താൽ കുറ്റവാളികളായി മാറി. ലോകത്തെ വിധിക്കേണ്ട മനുഷ്യർ ലോകത്തിനു മുന്നിൽ കൂത്തുകാഴ്ചക്കാരായി മാറി. അങ്ങനെ പാപിയായി തീർന്ന മനുഷ്യനെ പുത്രനായ ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുത്തു. ഇനി തിരുവചന അടിസ്ഥാനത്തിൽ ആരാണ് വിശുദ്ധന്മാരെന്ന് നമുക്ക് നോക്കാം. വെളിപ്പാട് പുസ്തകം 14-ാം അതിന്റെ 12-ാമത്തെ വാക്യം: ദൈവകൽപ്പനയും യേശുക്കളുടെ വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. സ്വർഗത്തിൽ ദൈവകൽപ്പനകൾ ഇരിക്കുന്ന നിയമപ്പെട്ടകത്തിന് മുകളിലെ ദൈവ സിംഹാസനമായ കൃപാസനത്തെ മറച്ചുകൊണ്ടിരുന്ന കെരൂബായ ലൂസിഫർ ദൈവസ്ഥാനം മോഹിച്ചപ്പോഴാണ് പാപമുണ്ടായതും ലൂസിഫറിനെ സ്വർഗത്തിൽ നിന്നും തള്ളിക്കളഞ്ഞത്. അങ്ങനെ തള്ളപ്പെട്ട ലൂസിഫറിനെയും അവന്റെ 1/3 ദൂതന്മാരെയും വിധിക്കാനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ ആ മനുഷ്യൻ ലൂസിഫറിന് കീഴടങ്ങിയതിലൂടെ ഈ ഭൂമിയുടെ അധിപതി ലൂസിഫറായി മാറി. എന്നാൽ പുത്രനായ ക്രിസ്തു ലൂസിഫറിനെ ക്രൂശിൽ പരാജയപ്പെടുത്തിയതിലൂടെ ആ സർവാധികാരം വീണ്ടും മനുഷ്യന് ലഭിച്ചു. ക്രിസ്തുവിന്റെ രക്തത്താൽ മനുഷ്യൻ നീതിമാന്മാരായി മാറി. ആ നീതിമാന്മാരാൽ 1000 ആണ്ട് വാഴ്ചയുടെ സമയത്ത് സ്വർഗത്തിൽ ക്രിസ്തുവിനോടൊപ്പം ലൂസിഫറിനെയും അവന്റെ ദൂതന്മാരെയും വിധിക്കും. അങ്ങനെ നമ്മൾ ക്രിസ്തുവിനോടൊപ്പം ന്യായവിധിയിൽ പങ്കാളികളാകണമെങ്കിൽ നമ്മൾ വിശുദ്ധന്മാരായി തീരണം. ഇനി നമ്മൾ വിശുദ്ധരാകണമെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ദൈവകൽപ്പന അനുസരിക്കുകയും വേണം. ചോദ്യം: ഹൂ ആമായി? ആരാണ് മനുഷ്യർ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും? ഉത്തരം: സ്വർഗത്തിൽ നിന്നും തള്ളപ്പെട്ട ലൂസിഫറിന് ന്യായം വിധിക്കാൻ ദൈവം സൃഷ്ടിച്ച ദൈവത്തിന്റെ സൃഷ്ടികളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് നമുക്ക് ദൈവകൽപ്പനയും യേശുക്കളുടെ വിശ്വാസവും കാത്തുകൊണ്ട് വിശുദ്ധന്മാരായി ജീവിക്കാം. അതിനായി ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.